എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയ ഒരു ടോപ്പിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രവാസ ജീവിതം മതിയാക്കി നീണ്ട വർഷക്കാലത്തിന് ശേഷം നാട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്നുള്ള മോഹം ഏതൊരു പ്രവാസിയുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് തന്നെ പറയാം, പല പ്രവാസികളും ആ ആഗ്രഹം വെച്ച് നാട്ടിലേക്ക് എത്തിപ്പെട്ടാൽ കഴുകക്കണ്ണോടുകൂടെ കാണുന്ന ഒരു പറ്റം ആളുകൾ വീണ്ടും ആ മനുഷ്യനെ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കാരണമായി മാറുകയാണ്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. സ്വന്തം അനുഭവത്തിലും മറ്റുള്ളവരുടെ അനുഭവം കൊണ്ടും പങ്കുവെക്കുന്ന കാര്യമാണ്. തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതൊരു ജീവിതത്തിൽ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നീണ്ട 30 വർഷത്തിന് ശേഷം പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെട്ട ഒന്ന് രണ്ട് ആളുകളുടെ അനുഭവ കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും കൂടി വേറെ ഒരാൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവനവൻ്റെ സ്വന്തം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം ആളുകൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചും ചിന്തിച്ചു പോകുന്നതിന് മുന്നേ തന്നെ, പ്രവാസ ലോകം വിട്ടു പോകുന്നതിന് മുന്നേ തന്നെ പല ആളുകളുമായി ചർച്ച ചെയ്തിട്ടുണ്ടാവും. നാട്ടിൽ പോയി ഇനി എന്ത് ചെയ്യും, നാട്ടിൽ പോയി ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, പല ആളുകളുമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ നാട്ടും പുറത്തുള്ള ആളുകളുടെ ആ ഒരു സ്വഭാവ രീതി വെച്ച് ഇവിടുന്ന് വരുന്ന പ്രവാസികളെ കാത്തിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടും പുറത്തുള്ള ആളുകൾ. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. 30 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാവണം. ഒന്ന്, നമുക്ക് നാട്ടിൽ വരുമാനം കിട്ടുവാനുള്ള ഒരു സ്രോതസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നിന്ന് നമ്മൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നമ്മളെ നാട്ടിലെത്തുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് വരുമാനം കിട്ടുവാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം വേണം നാട് നമ്മൾ സെറ്റിലാവാൻ വേണ്ടി. അല്ലെങ്കിൽ പല അബദ്ധങ്ങളിലും നമ്മൾ ചെന്ന് ചാടും. 10 ലക്ഷമോ 20 ലക്ഷമോ ചെലവാക്കി ഏതെങ്കിലും ചെറുകിട ബിസിനസ്സിൽ നമ്മൾ ചെന്ന് ചാടും. ഏതൊരു വ്യക്തിയായാലും കൂടുതലും ഒരു ഏകദേശം 75% വ്യക്തികളും ബിസിനസ് ചെയ്യുക, എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൂടുതലും എത്തിപ്പെടുക ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. 10 ലക്ഷം 20 ലക്ഷം ചിലവാക്കിയിട്ട് പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫുട്വെയർ, ഗാർമെൻറ്റ്സ്, ടെക്സ്റ്റൈൽസ് എന്നുപോലെയുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഈ പ്രവാസികൾ ഈ രീതിയിലുള്ള ബിസിനസ്സിനെ തിരഞ്ഞെടുക്കുന്നത്? അവിടെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം.
എന്തുകൊണ്ടാണ് ഈ ബിസിനസ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള ജീവിതം മുഴുവനും പ്രവാസ ലോകത്ത് കഴിഞ്ഞ് നാട്ടിലെത്തി അവരുടെ ഉദ്ദേശം എന്താണ്? നാട്ടിലെത്തി എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യണം, നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, സുഖമായിട്ട് എന്തെങ്കിലും ഇരുന്ന് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെ സാധനങ്ങളാണെച്ചെങ്കിൽ നാശാവാനും പാടില്ല, ബിസിനസ് ചെയ്യുന്ന സാധനങ്ങൾ കച്ചവടം കുറഞ്ഞാലും സാധനങ്ങൾ നാശാവാൻ പാടില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ഈ കൂടുതൽ ആളുകളും ടെക്സ്റ്റൈൽ ഫീൽഡിലേക്കും ചെരുപ്പ് ഫീൽഡിലേക്കും എന്നുപോലെയുള്ള ചെറിയ ബിസിനസ്സിലേക്കും എത്തിപ്പെടുന്നത്. ഇവിടെയാണ് പ്രവാസത്ത് ജീവിച്ചിട്ടുള്ള മനുഷ്യർക്ക് പറ്റുന്ന തെറ്റ്. അവൻ ആദ്യമൊക്കെ കുഴപ്പമില്ലാതെ ആ ഒരു ബിസിനസ് നടന്നു പോകും. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ടെക്സ്റ്റൈൽസ് ആണ് തുടങ്ങിയിട്ടുള്ളത്. ടെക്സ്റ്റൈൽസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം 15 ലക്ഷം ചിലവാക്കി ടെക്സ്റ്റൈൽസ് തുടങ്ങി, ചെറിയ രീതിയിലെല്ലാം കച്ചവടം വന്നു. ഇവനാണെങ്കിൽ ഈ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ABCD അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഈ ഫീൽഡിൽ വന്നത്? പല ആൾക്കാരും പറയും ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല, സാധനങ്ങൾ നാശാവില്ല, അവിടെ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി, 2 സ്റ്റാഫുകളെ വെച്ച് കഴിഞ്ഞാൽ കച്ചവടം പൊടിപിടിക്കുക എന്നുള്ള പല മോഹന വാഗ്ദാനങ്ങളും പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും ആളുകൾ കൊടുക്കും. അങ്ങനെ ബിസിനസ് തുടങ്ങി, ബിസിനസ് ചെറിയ രീതിയിൽ വന്ന് അവന് ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അവന് ഈ ബിസിനസ്സിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ്, ആ കാലത്തിൻ്റെ ആ ഒരു പോക്കിനനുസരിച്ചിട്ടുള്ള സ്റ്റൈലുകളും മറ്റുള്ള കാര്യങ്ങളും, ഡ്രസ്സിന് ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പല കാര്യങ്ങളും, ഏത് ബിസിനസ്സിനായാലും അതിൻ്റേതായിട്ടുള്ള ആഴത്തിലിറങ്ങിയിട്ടുള്ള വിവരങ്ങൾ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം, ഇതെല്ലാം നമുക്കുണ്ടാവണം. ഇത് പഠിക്കൊന്നും വേണ്ടല്ലോ. ചെരുപ്പ് കച്ചവടം അല്ലാച്ചെങ്കിൽ തുണി കച്ചവടം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ തിരുപ്പൂരോ എവിടെ പോയിട്ട് കുറേ തുണികൾ എടുത്തിട്ട് കൊടുന്നു കഴിച്ചാൽ കച്ചവടം നടത്താം എന്നുള്ള രീതിയാണ്. ബിസിനസ്സിൻ്റെ ഒരു വശം പോലും ഈ വരുന്ന പ്രവാസിക്ക് അറിയില്ല. അവരിവിടെ ചെയ്തിട്ടുള്ളത് വേറെ ബിസിനസ്സായിരിക്കും, വേറെ എന്തെങ്കിലും പണിയായിരിക്കും. അങ്ങനെ ബിസിനസ് തുടങ്ങി 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഏകദേശം 6 മാസത്തോളം കഴിയുമ്പോഴത്തേനും ഏകദേശം ഇവൻ്റെ കയ്യിലുള്ള കാശ് ഏകദേശം ഫുള്ള് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും അവൻ്റെ എല്ലാ കാശും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അവനക്ക് കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശ്, അതാണ് പിന്നെ അവിടെ കയ്യിലുണ്ടാവുക. ആ കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശിനെ അവിടുത്തെ ചിലവുകൾ, അവൻ്റെ ചിലവുകൾ, ഈ നടത്തിപ്പുകാരൻ്റെ അവൻ്റെ ശമ്പളം, സ്റ്റാഫിൻ്റെ ശമ്പളം, മറ്റ് ചിലവുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ 7ാമത്തെ മാസം തൊട്ടിട്ട് കച്ചവടം നടന്നിട്ടുള്ള കാശ് അത് മറ്റുള്ള ചിലവിലേക്കായിട്ട് കുറച്ചായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ പുതിയതായിട്ട് അവനക്ക് ഇറക്കാൻ അവൻ്റെ കയ്യിലുള്ള എല്ലാ കാശും കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ തൊട്ട് പിന്നെ അവൻ കടം മേടിക്കാൻ തുടങ്ങും. കടം മേടിക്കാൻ തുടങ്ങി ഏകദേശം 2 മാസം, വീണ്ടും 7 മാസം, 8, 9, 10 അങ്ങനെ കടം മേടിച്ച് ഏകദേശം 1 വർഷത്തോളം ആകുമ്പോഴേക്കും അവൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റിയിട്ടുണ്ടാവും. 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം തീരുമാനമാവും. 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അവനക്ക് നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ ഒരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? എത്ര കാശ് മുടക്കിയിട്ടാണോ അവൻ അവിടെ ആ ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവുക, ആ സാധനം വെറും നിസ്സാരമായിട്ടുള്ള ഒരു വിലയ്ക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ആ നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗവും നമ്മുടെ മറ്റുള്ള ആളുകൾ ഈ ബിസിനസ്സിനെ
പ്രവാസികളായി വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ, ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വരുന്ന ആളുകൾ, അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഏകദേശം പ്രവാസ ലോകത്തേക്ക് വരുന്ന ആളുടെ ടാർഗറ്റ് മാക്സിമം 1 വർഷം. ആ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ കയ്യിലായി. 10 ലക്ഷത്തിന് 10,000 രൂപ പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ ആ പ്രവാസി നീറുന്ന മനസ്സുമായി, കഥകളുമായി വീണ്ടും പ്രവാസ ലോകത്തേക്ക് ചേക്കേറും. ഇതെല്ലാവർക്കും ഒരു പരിഹാസപാത്രം പോലെ എല്ലാവരും റീൽസുകളും സ്റ്റോറികളും സിനിമകളും നാടകങ്ങളും ഒക്കെയുമായി എല്ലാവരും ഇറക്കും പ്രവാസിയുടെ ജീവിതം, പ്രവാസിയുടെ ദാരുണമായിട്ടുള്ള അധപ്പതനം എന്നെല്ലാം പറഞ്ഞ് പല രീതിയിലും വരും. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? ഒരു പക്ഷെ നിങ്ങളും ചോദിക്കാം, ഞാനും ഒരു പ്രവാസിയല്ലേ, ഞാനും തിരിച്ചു വന്നില്ലേ എന്നൊക്കെ ചോദിക്കാം. ഞാൻ എൻ്റെ കഥകൾ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഞാൻ 3 വർഷം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ആ ട്രാപ്പിൽ ഞാൻ പെട്ടിട്ടില്ല. അത് നിങ്ങളോട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വ്യക്തമായി തന്നെ പറയുകയാണ്. ആയതുകൊണ്ട് പ്രവാസികൾ തീർച്ചയായും ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മളെന്നും പ്രവാസികളായി ജീവിക്കേണ്ടവരല്ല. നമുക്ക് നാട്, നമ്മളുടെ കുടുംബം, നമ്മളുടെ നാട്ടുകാർ, നമ്മളുടെ അയൽവാസികൾ, നമ്മളുടെ ദേശം എല്ലാം നമുക്ക് വേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് 15 വർഷം 20 വർഷം പ്രവാസ ലോകത്ത് നിന്ന് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു ജോലിയെ എന്തുകൊണ്ട് നിങ്ങൾ നാട്ടിലൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നില്ല? അവിടെയാണ് ഏതൊരു പ്രവാസിക്കും പറ്റുന്ന ഒരു തെറ്റ്. വലിയ വലിയ കമ്പനിയിലെ മാനേജർമാർ, പ്രവാസ ലോകത്ത് വലിയ വലിയ കമ്പനികളുടെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളുകൾ, എന്തെല്ലാം കാര്യങ്ങൾ, ആയിരക്കണക്കിന് ആളുകളെ മേൽനോട്ടം വഹിച്ചിരുന്ന വ്യക്തി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അവനൊരു ചെറിയ രീതിയിലുള്ള എന്തുകൊണ്ട് അവൻ പടുത്തുയർത്തിയ മേഖലയെ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് നാട്ടിൽ അതിനെ നടപ്പിലാക്കാൻ പറ്റാത്തത്? അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ഇവിടെ ഏതെങ്കിലും ഒരു ബിസിനസ്, ഒരു ഫാക്ടറിയിൽ പണിയെടുത്ത്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ പണിയെടുത്ത്, അല്ലാതെ മറ്റൊരു ബിസിനസ്സിൽ പണിയെടുത്ത്, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രവാസികൾ നമ്മൾ നടത്തുന്നില്ല? അവിടെ നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറില്ല. പ്രവാസ ലോകത്തെ എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അവിടെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടുന്ന അതേ ബുദ്ധിമുട്ട് നമ്മൾ തീർച്ചയായും നമ്മളെ നാട്ടിലും ബുദ്ധിമുട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ ഫലമുണ്ടാവും.